പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജി ഇന്ന് കോടതിയിൽ. എറണാകുളം സബ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ബൈലോ പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യയാണ് എന്നാണ് സാന്ദ്ര ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചത്. എന്നാൽ പത്രികയുമായിട്ട് ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് സമർപ്പിച്ചത് 2 ബാനറുകളാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയത്. ഇതിനകത്ത് ബൈലോ പ്രകാരം 3 അതിലധികമോ സിനിമകൾ ഒരാൾ നിർമ്മിച്ചാൽ മാത്രമേ സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കാൻ കഴിയുന്നുള്ള ബൈലോ സാന്ദ്ര ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തള്ളിയത്. പിന്നീട് നാടകീയ രംഗങ്ങൾക്ക് പിന്നാലെയാണ് സാന്ദ്ര തോമസ് ഹർജിയുമായിട്ട് എറണാകുളം സബ് കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ ആ ഹർജി പരിഗണിച്ചിരുന്നില്ല. ഇന്നാണ് ആ ഹർജി വീണ്ടും പരിഗണിക്കുക. സംഘടനാ ബൈലോ താൻ പൂർണ്ണമായും പാലിച്ചിരിക്കുകയാണ്. ഒരാൾ 3 അതിലധികമോ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് 2 ബാനറുകളിലാണ്. ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ 7 ചിത്രങ്ങളും സ്വന്തം ബാനറായിട്ടുള്ള സാന്ദ്ര തോമസ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ 2 ചിത്രങ്ങൾ കൂടി ചേർത്ത് 9 ചിത്രങ്ങൾ താൻ നിർമ്മിച്ചിട്ടുണ്ടെന്നും താൻ സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കാൻ യോഗ്യയാണെന്നുമാണ് സാന്ദ്രയുടെ വാദം. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ബാനറുകളിൽ വ്യത്യാസമുണ്ട്. സാന്ദ്രയുടെ ബാനറിലൂടെ 2 ചിത്രങ്ങൾ മാത്രമാണ് നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പത്രത്തിലേക്ക് വരുമ്പോൾ സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തിലേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്നാണ് സംഘടനാ ബൈലോ പ്രകാരം നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹികളും ഭരണാധികാരിയും വ്യക്തമാക്കുന്നത്.